ഹലോ ഗൈസ്, ആദ്യമായിട്ടാണ് ഈ വീഡിയോയിലും ഓഡിയോയിലും ഒക്കെ ഞാൻ വരുന്നത്. ആദ്യമായതുകൊണ്ട് കുറച്ച് മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. എനിക്ക് വീഡിയോസൊന്നും അധികം ഒരു ഭയങ്കര ഷൈ തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഐസൊലേഷൻ റൂമിൽ ഉള്ള വീഡിയോ ഇട്ടപ്പോൾ തന്നെ കുറേ പേര് ചോദിച്ചു എന്താണിത്, ഇങ്ങനെയൊക്കെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ തൈറോയ്ഡ് കഴിഞ്ഞിട്ട്, അങ്ങനെയൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ശരി വീഡിയോ ഇടാം, നമ്മുടെ തൈറോയിഡിൻ്റെ എക്സ്പീരിയൻസും ജേർണിയൊക്കെ ഇടാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഇട്ടതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, തൈറോയിഡിൻ്റെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അതിന് ജൂബിലിയിൽ നിന്ന് അമൃതയിലേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അമൃതയിലെത്തിയപ്പോൾ അവർ ഒരു ഡയറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോ അയോഡിൻ ഡയറ്റ് എന്ന് പറയാം. അപ്പോൾ കംപ്ലീറ്റ്ലി നമ്മുടെ സാൾട്ട്, നോർമൽ സാൾട്ട് ഒഴിവാക്കണം, അതുപോലെ സീ ഫുഡ് ഒഴിവാക്കണം എന്ന് പറഞ്ഞു. ആദ്യം അതൊരു റിസ്ക് പിടിച്ചൊരു ടാസ്ക് തന്നെയാണ്. കാരണം നമ്മുടെ വീട് വിട്ട് നമുക്ക് ഇടയ്ക്കും പോകാൻ പറ്റില്ല, വേറെ ഫുഡും കഴിക്കാൻ പറ്റില്ല. അതുപോലെ എന്താ പറയുക, ലാസ്റ്റ് ആയപ്പോൾ കുറച്ച് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ സ്കാനിൻ്റെ ഡേറ്റ് എത്തിയ സമയത്ത് ഞാനും ഹസ്ബൻഡും കൂടി എറണാകുളം പോയി. ഞങ്ങൾ 6 പേരുണ്ടായിരുന്നു ഈ മെഡിസിൻ കഴിക്കാം. ഈ മെഡിസിൻ എന്ന് പറയുന്നത് തൈറോയ്ഡ് ക്യാൻസർ ഉള്ളവർക്ക് മാത്രമല്ല, ഈ തൈറോയിഡിൻ്റെ വേരിയേഷൻ ഉള്ളവർക്കും ഇത് സ്കാൻ ചെയ്യാറുണ്ട്. അപ്പം ഈ സ്കാൻ വേണ്ടി നമ്മൾ കുടിച്ചു. ലോ ആയിട്ടുള്ള റേഡിയേഷനുള്ള ഒരു മരുന്നാണ്. അത് പറഞ്ഞാൽ വലിയ ടേസ്റ്റ് ഒന്നുമില്ല, ഒരു വെള്ളം പോലത്തെ ഇത് കുടിച്ചു. ടേസ്റ്റ് ഇതൊന്നുമില്ല. കുടിച്ചു കഴിഞ്ഞ് ഞങ്ങൾ പോയി. അത് ലോ റേഡിയേഷൻ ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പക്ഷേ കുട്ടികളുടെ അടുത്ത് അധികം പോകാൻ പാടില്ല, കാരണം അതിൻ്റെ ഗ്രോത്തിന് എഫക്റ്റ് ആവും. അപ്പോൾ അവിടെ തന്നെ നമ്മൾ റൂം എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് രാവിലെ നമ്മൾ സ്കാനിന് വേണ്ടി വന്നു. ഫസ്റ്റ് തന്നെയായിരുന്നു, ഞാനും ഒരു ലേഡി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ആ ലേഡിക്ക് വേറെ റിസൾട്ട് വന്നു ഒരു കുഴപ്പമില്ല, അവർ പോയി. അത് കണ്ട് കുറച്ച് ടെൻഷനായി. പിന്നെ 5 പേരുടെയും കഴിഞ്ഞ് ഡോക്ടറെ വിളിച്ചു. ഞങ്ങളുടെ ഹസ്ബൻഡിനെ എന്നെയും വിളിച്ചു. ആദ്യം മൊബൈൽ ഫോണൊക്കെ ഓഫ് ചെയ്യാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ഡോക്ടറിൻ്റെ ക്യാബിനിൽ കയറിയ സമയത്ത് ഡോക്ടർ പറഞ്ഞു എയർപ്ലെയിൻ മോഡിലാക്കാൻ പറഞ്ഞു. അങ്ങനെ അത് ചെയ്തു. അത് കഴിഞ്ഞ് 2 മിനിറ്റ് അകലെയായിരുന്നു ഡോക്ടർ നമ്മൾ തമ്മിൽ. അപ്പോൾ കുറച്ചൊക്കെ ടെൻഷനായിരുന്നു, കാരണം സീരിയസ് മൂഡും അങ്ങനെ ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 2 ഗുഡ് ന്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ചൊരു ടെൻഷൻ ഫ്രീ ആയി. ഒന്നാമത്തെ ഗുഡ് ന്യൂസ് പറഞ്ഞാൽ ഈ തൈറോയ്ഡ് അധികം സ്പ്രെഡ് ആയിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നമ്മുടെ അശോക് ഡോക്ടർ അവർക്ക് ഡോക്ടറിന് പറ്റുന്ന വിധം ക്യാൻസറൊക്കെ എടുത്ത് കളഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് സന്തോഷമായി. പക്ഷേ റെസിഡ്യൂസ് ഉണ്ട്, തൈറോയ്ഡ് റെസിഡ്യൂസ് ഉണ്ട്, അത് നമുക്ക് ഇതാക്കണം എന്ന് പറഞ്ഞു, കളയണം. അപ്പോൾ അതിന് ഈ ട്രീറ്റ്മെൻറ്റ് അതിന് നമ്മളിത് ചെയ്യണമെന്ന് പറഞ്ഞു, നമ്മൾ തെറപ്പി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആകെ നമ്മുടെ ഗുഡ് ന്യൂസൊക്കെ നമ്മുടെ ബാഡ് ന്യൂസ് ആയി പോയി. കാരണം ഈ തെറപ്പി എന്ന് പറയുന്നത് ചെയ്യണ്ടല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചതായിരുന്നു. കാരണം നമ്മൾ ഒരാഴ്ച നമ്മൾ ക്വാറൻറ്റൈൻ പോലെ ഇരിക്കണം. ഈ ഒരാഴ്ച വരുന്നത് നമ്മുടെ സമയത്താണ് ഓണം, അതുപോലെ ഞങ്ങളുടെ ആനിവേഴ്സറി, പിന്നെ കുട്ടീനെ കാണാൻ പറ്റില്ല, ആ ഒരു ഇതായിരുന്നു, സങ്കടമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ശരി നമ്മുടെ തെറപ്പിൻ്റെ ആ ഒരു ഡേറ്റ് എത്തി. ഞാനും അച്ഛനും പിന്നെ അതുപോലെ ഹസ്ബൻഡും കൂടി പോയിട്ട് അപ്പോൾ 4 പേരായിരുന്നു എന്നെയും കൂട്ടിയിട്ട്. ഞങ്ങൾ അന്ന് മെഡിസിൻ കഴിച്ച സമയത്തുള്ള 2 പേരും പിന്നെ ഞാനും പിന്നെ ഒരു കുട്ടിയും കൂടി ഉണ്ടായിരുന്നു. ഞങ്ങൾ 4 പേരും കൂടി ഒരു റൂമിലേക്ക് ഓരോ റൂം ഞാൻ കാണിച്ചില്ല. ആ റൂമിൽ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ നമ്മുടെ കൂടെ ഉള്ളവരും ആരും കൂടി പോകാൻ പറ്റില്ല. അതുപോലെ നേഴ്സും ഒന്നും വരില്ല. നമ്മൾ മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കയറുക, ലോക്ക് ചെയ്യുക, അതിൻ്റെ ഉള്ളിൽ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഫുഡൊക്കെ നമ്മൾ ആ ഡോർ വഴി തരും. അതുപോലെ എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ അവർ വിളിക്കും. പിന്നെ ക്യാമറ ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ, അപ്പോൾ അവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ വിളിച്ചോളും. അങ്ങനെയാണ്. ആദ്യം ഐസൊലേഷൻ റൂമിൽ കേട്ടപ്പോൾ കുറച്ച് പേടിയുണ്ടായിരുന്നു, എങ്ങനെയായിരിക്കും, എന്തായിരിക്കും ആ റൂം, അങ്ങനെ. പിന്നെ കുഴപ്പമില്ല, നമ്മൾ അത്ര വലിയ സീനായിട്ട് തോന്നിയില്ല. പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ രാവിലെ അപ്പോൾ കുറച്ചൊരു ഒറ്റയ്ക്കായ പോലെ, അതുപോലെ കുറച്ചൊരു ക്ഷീണമൊക്കെ തോന്നി. പിന്നെ അവർ സ്കാനിന് വിളിച്ചു. നമ്മൾ 4 പേരും കൂടി 4 പേരും വന്നു. 4 പേരിനെ ഒരാൾ വന്ന് കൂട്ടിയിട്ട് പോയി താഴെ അവിടെ റൂമിലിരുന്നു. അങ്ങനെ ഓരോരുത്തരെ സ്കാൻ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ 4 പേരിന് പിന്നെയും റൂമിലോട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ഒരു സിനിമയിൽ ജയിലിലൊക്കെ പോലെ, ജയിലിൽ ഇപ്പോൾ യൂണിഫോമൊക്കെ ഇട്ട് ഓരോരുത്തർ വരും, അങ്ങനെ കഴിഞ്ഞ് ജയിലിൽ പോകും, അങ്ങനെ ഒരു ഫീലായിരുന്നു. അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ 4 പേരും അപ്പോഴേക്കും കുറച്ചൊക്കെ നല്ല കൂട്ടക്കായി, നല്ല കമ്പനിയൊക്കെ ആയി. അത് കഴിഞ്ഞ് പിന്നെ 2 മണിയൊക്കെ ആയപ്പോൾ ഇവരെ വിളിച്ചു, കൂടെയുള്ളവരെ വിളിച്ചു, ഡോക്ടർ സംസാരിച്ചു. അത് കഴിഞ്ഞ് അവർ ഞങ്ങളെ കൂട്ടിയിട്ട് വന്നു. അങ്ങനെ ഡോക്ടർ എന്താണെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ അത് നോഡ്യൂൾസ് ഉണ്ടോ ഇല്ലേ എന്നൊന്നും അറിയില്ല എന്ന് വെച്ചാൽ അത് പോയി കാരണം അത്രയും ചെറിയ നോഡ്യൂൾസ് ആയിരിക്കും. നമ്മൾ 6 മാസം കഴിഞ്ഞ് ഇനിയൊരു സ്കാൻ ഉണ്ട്, അതിലത് കംപ്ലീറ്റ് ആയിട്ട് പോകും. ഈ ഒരു മെഡിസിനും അതുപോലെ നമ്മൾ തൈറോയിഡിൻ്റെ മെഡിസിൻ കഴിക്കുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് കുഞ്ഞു നോഡ്യൂൾസ് ഉണ്ടെങ്കിലും അത് പോകും. ആ സ്കാനിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ ഇതുപോലെ ക്വാറൻറ്റൈൻ ആയിട്ടിരിക്കുകയാണ്. മോളില്ല, അതൊരു വിഷമം മാത്രം ഉണ്ട്. ബാക്കി അതർവൈസ് നോക്കുമ്പോൾ അതൊരു ഗുഡ് ക്യാൻസർ എന്ന് പറയാം. മീൻസ് കമ്പാരിറ്റീവ്ലി അതർ ക്യാൻസർ വെച്ച് നോക്കുമ്പോൾ ഇതൊരു ഗുഡ് ക്യാൻസറാണ്. സയൻറ്റിഫിക്കലി അങ്ങനെയാണ് പറയാറ്. കാരണം അത് അത്ര പെയിനില്ല. ഇപ്പോൾ നമ്മൾ മെഡിസിൻ ആയാലും ഒരു വെള്ളം പോലെ ഇതാണ്. അപ്പോൾ അത് കുടിക്കുക. അത് ഇപ്പോൾ നമ്മൾ വേറെ ക്യാൻസർ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ പ്രൊസീജിയേഴ്സൊന്നും അങ്ങനെ പെയിനില്ല. അതുപോലെ ഇപ്പോൾ സ്കാൻ ആയാലും കുഴപ്പമില്ല. പിന്നെ ഹെയർ ലോസ് ഇല്ല, പെർസെൻറ്റേജും ക്യൂറബിൾ ആയിട്ടുള്ളൊരു ഇതാണ്. പേടിക്കാനൊന്നുമില്ല. പക്ഷേ നമ്മൾ അത് ഇയർലി ഡിറ്റക്റ്റ് ചെയ്യണം. അതാണ് അതിൻ്റെ ഒരു മെയിൻ ഇത്. കാരണം നമുക്ക് ഈ തൈറോയിഡിൻ്റെ ഇതാണെങ്കിലും നമുക്ക് അത് എന്താ പറയുക, അതിൻ്റെ സിംറ്റംസ് കമ്മിയാണ്. ഇപ്പോൾ അതിൻ്റെ സിംറ്റംസ് പറയാൻ അധികമില്ല. കാരണം ടയേർഡ്, പിന്നെ മസിൽ പെയിൻ, അതൊക്കെ സാധാരണയായിട്ട് നമ്മൾ കൂടുതൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ ടയേർഡും മസിൽ പെയിനൊക്കെ എല്ലാവർക്കും വരുന്നതാണ്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന അവരാണ്. അപ്പോൾ ഞാൻ തന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ക്ഷീണമൊക്കെ തോന്നിയായിരുന്നു. അപ്പോൾ ഒന്നും ചെയ്യാൻ തോന്നില്ല, എപ്പോഴും ഉറക്കം വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉറക്കമില്ലായ്മ കൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ വേറെ എന്തെങ്കിലും നമ്മൾ വേറെ എന്തെങ്കിലും നമ്മൾ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ അത് മാറും പറഞ്ഞിട്ട് കുറേയൊക്കെ ഞാൻ അങ്ങനെ ഇൻവോൾവ്മെൻറ്റ് ചെയ്യാൻ നോക്കി. പക്ഷേ അത് കുറച്ച് നാളൊക്കെ പറ്റുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെയും വയ്യ എന്നുള്ളൊരു തോന്നലായി. അത് പിന്നെ ഡ്രോപ്പ് ചെയ്യും. അങ്ങനെയായിരുന്നു. അപ്പോൾ മനസ്സിലുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയണോ അല്ല കാണിക്കണോ എന്നൊക്കെ. നോർമലായിരിക്കും എന്ന് വിചാരിച്ച് വിട്ടു. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ അത് നോർമലായിട്ട് നമ്മുടെ മനസ്സിലിപ്പോൾ തോന്നണം വെയിറ്റ് ഗെയിൻ വരുന്നല്ലോ, അതുപോലെ അത് ക്ഷീണം, മസിൽ പെയിന് നോർമലായിരിക്കുമോ എന്നൊരു ചോദ്യം വരുന്നുണ്ടെങ്കിൽ അത് ചോദ്യമായിട്ട് വെക്കാതെ അത് ഡോക്ടറെ പോയി കാണിക്കുക. നമ്മൾ കാണിക്കുക, നല്ലൊരു ഡോക്ടറെ തന്നെ കാണിക്കുക.
വെച്ചുകൊണ്ടിരിക്കരുത്, അത്രയേ ഉള്ളൂ. കാരണം തൈറോയിഡിൻ്റെ സിംറ്റംസ് ഒക്കെ വളരെ വളരെ കമ്മിയാണ്. കാരണം 5-10 വർഷം കഴിഞ്ഞ് കണ്ടുപിടിക്കുന്ന മീൻസ് അറിയുന്നവരുണ്ട്. അപ്പോഴേക്കൊക്കെ വലുതായിരുന്നു. അപ്പോൾ എൻ്റെ തന്നെ ഒരുപാട് വലിപ്പമുണ്ടായിരുന്നു അതിൽ ഈ ഒരു കുഴപ്പം. അപ്പം നമ്മൾ സിമ്പിളാണ്, പെയിനില്ല എന്ന് ആണെങ്കിലും ഈ പ്രൊസീജിയറും കാര്യങ്ങളും ഈ ഒരു ക്വാറൻറ്റൈനും മീൻസ് ക്വാറൻറ്റൈൻ പോലെയുള്ള ഒരു ഇരിപ്പും ഇതൊക്കെ ശരിക്കും നമ്മൾ മടുക്കും. അപ്പോൾ അതാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇത് ഡിക്റ്റേറ്റ് ചെയ്ത് ആദ്യം തന്നെ നമുക്ക് അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം വരില്ലായിരുന്നു എന്നാണ് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും കാണിക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നോർമലായിട്ട് വിചാരിക്കുന്നത്. എന്തിനും ഇപ്പോൾ ചിലർക്ക് ഇപ്പോൾ എനിക്കൊക്കെ പെട്ടെന്ന് ദേഷ്യം വരുമായിരുന്നു, സങ്കടം വരുമായിരുന്നു. അപ്പോൾ ഇതും അതുപോലെ ഓർമ്മക്കുറവൊക്കെ ഉണ്ട്, ഇതും തൈറോയിഡിൻ്റെ ഭാഗം തന്നെയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാതും അങ്ങനെയാണെന്ന് ഞാൻ പറയില്ല, പക്ഷേ എന്നാലും ഒരു ഡോക്ടറെ കാണിക്കുക. നമ്മുടെ മനസ്സിലിപ്പോൾ അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളത് കാണിക്കുക. ഡൗട്ട് ഒരിക്കലും വെച്ചിരിക്കരുത്. അപ്പോൾ അത്രേ പറയാനുള്ളൂ. ഓക്കെ, ബൈ.